ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൺസൾട്ടന്റ് ന്യൂറോ സർജനായ ഡോക്ടർ തോമസ് വർഗീസ് സാറാണ്. സ്വാഗതം സർ പരിപാടിയിലേക്ക്. സർ ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജനാണ്. സർ, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തലച്ചോറിന്റെയും നട്ടലിന്റെയും രോഗങ്ങൾ, കഴുത്ത് വേദന, തലവേദന, നടുവേദന. അപ്പം ഇതിനെക്കുറിച്ച് ഒക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശ്രോതാക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. ആദ്യം തന്നെ നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പ്രേമാനന്ദ്. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാൻ നമ്മളെ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഗുളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ നമ്മൾ ചിത്രായിലായിരുന്നു ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. അതിനുശേഷം ഗുളികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ചിത്രായിന്ന് എഴുതി തന്ന ഗുളിയെ മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ ഹെൽത്തിലെ ഗുളിയാണ് കഴിക്കുന്നത്. അന്നേരം ഈ അടുത്ത കാലത്തായിട്ട് എനിക്കൊരു തലവേദന, രാവിലെ എണീക്കുമ്പം ഒരു തലവേദന. ആ തലവേദന ഒരു 10-11 മണി വരെ കാണും. അന്നേരം അതെന്താണെന്നുള്ളതാണ് അതിനെ കുറിച്ച്. ബ്ലഡ് പ്രഷറിന്റെ അസുഖമുണ്ടോ? പ്രഷറുണ്ട്. പ്രഷർ രാവിലെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? പ്രഷർ മിക്കവാറും ചെക്ക് ചെയ്യും. രാവിലെയും വൈകിട്ടും പ്രഷറിന്റെ ഒരു ഗുളികയുണ്ട്. അതെ, രാവിലെ ഗുളിക കഴിക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടോ ഈ തലവേദന ഉള്ളപ്പം? ഇല്ല, തലവേദന ഉള്ളപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രഷർ കൂടുതലായിരിക്കും, അതുകൊണ്ട് തലവേദന വരാം. പിന്നെ ഇതുവരെ തലവേദന ഇല്ലാത്ത ഒരാൾക്ക് തലവേദന നിരന്തരമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വരികയാണെങ്കിൽ അത് പരിശോധനകൾ ചെയ്ത് കണ്ടുപിടിക്കണം അതിന് ബ്രെയിനിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അത് ഒരു ഡോക്ടറെ തന്നെ കണ്ട് അതിന് ചികിത്സ തേടുന്നതാണ് നല്ലത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പ്രഷർ നോക്കണം. രണ്ട്, ഏർലി മോർണിംഗ് ഹെഡേക്ക് എന്ന് പറയുന്നത് ചില തലച്ചോറിനുള്ളിലെ രോഗങ്ങൾ കൊണ്ട് അങ്ങനെ വരാം. അപ്പോൾ അതുകൊണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ആദ്യം നമ്മൾ പ്രഷർ നോക്കണം. ആദ്യം പ്രഷർ ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇതാണ് ഏർലി മോർണിംഗ് ഹെഡേക്ക്. രാവിലെ എഴുന്നേറ്റ് വരുമ്പം തലവേദന ഉണ്ടെങ്കിൽ നമ്മളത് സൂക്ഷിക്കണം. അതിന് ഡോക്ടറെ കണ്ട് പരിശോധനകൾ ചെയ്യേണ്ടി വരും. അതെ, വിളിച്ചതിന് നന്ദി. അപ്പം നമ്മൾ പറയുന്ന ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് ആദ്യത്തെ കോള് തന്നെ വന്നിരിക്കുക, തലവേദന എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇപ്പം തലവേദന എന്ന് പറയുമ്പം ആദ്യം തന്നെ അവർ ഗൂഗിൾ ചെയ്ത് അങ്ങ് നോക്കാറുണ്ട്. അപ്പം എല്ലാ തലവേദനയും ഇതേപോലുള്ള ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖത്തിന് സാധ്യതയുണ്ടോ? ആക്ച്വലി ഇപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ ഏർലി മോർണിംഗ് ഹെഡേക്ക്. ഏർലി മോർണിംഗ് ഹെഡേക്ക് എന്ന് പറയുന്നത് അതൊരു സിംറ്റമാണ്. അത് ബ്രെയിൻ ട്യൂമേഴ്സിന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ലാതെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അത് ഏത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു തലവേദന വരുന്നത് എന്ന് കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത്. എഴുന്നേൽക്കുമ്പോഴേ ഒരു തലവേദന, എഴുന്നേൽക്കുമ്പോ കണ്ണ് തുറന്ന് വരുമ്പോ തൊട്ട് തലവേദനയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് പോവും. അതാണ് അതിന്റെ പ്രത്യേകത. കുറച്ചു നേരത്തേക്ക് മാത്രമേ കാണുള്ളൂ. അത് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് നടന്ന് കുറച്ചു നേരമൊക്കെ വ്യായാമം എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാറും. അപ്പൊ തലവേദനകൾ പല തരത്തിലുള്ളതുണ്ട്. പ്രഷർ കൂടുവാണെങ്കിൽ തലവേദന വരും. കണ്ണിന് അസുഖം ഉണ്ടെങ്കിൽ തലവേദന വരും. മൂക്കിനകത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വരും. പല്ലുവേദന വേണേൽ ചിലപ്പോൾ തലവേദനയായിട്ട് പ്രസന്റ് ചെയ്യാം. ചെവിക്കകത്തുള്ള അസുഖങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ട് ആദ്യം ഒരു തലവേദന വന്ന ഉടനെ അത് ബ്രെയിൻ ട്യൂമർ ആണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് കോമൺ ആയിട്ടുള്ള സംഗതികൾ നോക്കുക. അതായത് കണ്ണ്, മൂക്ക്, വായ, ചെവിയ ഇതെല്ലാം നോക്കിയിട്ട് അതിനകത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ ട്യൂമറിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിനകത്തെ പ്രോബ്ലംസിലേക്ക് പോകുക. പക്ഷെ ഈ ഒരു പ്രത്യേകത, അതായത് ഏർലി മോർണിംഗ് ഹെഡേക്ക് ഇങ്ങനെ ഒരു ബ്രെയിൻ ട്യൂമറിന് സിംറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് അത് കെയർഫുള്ളായിട്ടൊന്ന് ആരെങ്കിലും കാണിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടി വരും. സർ, നമുക്ക് മറ്റൊരു കോളർ കൂടി നോക്കാം. ഹലോ. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുക. ചോദിച്ചോളൂ. ഡോക്ടർ, ഞാന് പ്രഷറിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ. രാവിലെയും വൈകിട്ടും ഓരോ ഗുളിക കഴിക്കുന്നുണ്ട്. കൂടെ നെഞ്ചിടിപ്പുണ്ടാകുന്നുണ്ട്. അതിനും ഇടയ്ക്ക് വെച്ച് ഗുളിക കഴിച്ച് പിന്നെ അത് നിർത്തിയായിരുന്നു. ഇപ്പൊ കിടക്കുമ്പം തലയ്ക്കകത്ത് വല്ലാത്ത ഇടിപ്പ് തോന്നിയല്ല, ഭയങ്കര നല്ല ഇതായിട്ടുണ്ട്.
കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ? കിടക്കുമ്പോഴാ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ അത് എന്താന്നുള്ള. എഴുന്നേറ്റിരിക്കുമ്പം തലവേദന ഒന്നുമില്ല? അത് തലവേദനയൊന്നുമില്ല, വലിയ ഇടിപ്പ് അനുഭവപ്പെടുന്നില്ല. പക്ഷെ കിടക്കുമ്പം പടപടാന്നുള്ള ഇടിപ്പ് തലയ്ക്കകത്ത്. അത് അഗൈൻ നമ്മൾ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എഴുന്നേറ്റിരിക്കുമ്പോൾ നമ്മുടെ പ്രഷർ എപ്പോഴും ഇച്ചിരി കുറവായിരിക്കും. കിടക്കുമ്പോഴേ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പം ആ കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഇടി തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെക്ക് ചെയ്യുന്ന BP ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണോ തലയിൽ ഇടിപ്പ് കിട്ടുന്നത്, അതോ രണ്ട് ഭാഗത്തും ഉണ്ടോ? മുഴുവൻ മുഴുവനും ഉണ്ട് ഡോക്ടർ. ശരി, അപ്പൊ പ്രഷറാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെയിനിനകത്ത് പ്രഷർ കൂടെ, ബ്രെയിനിനകത്തെ പ്രഷർ കൂടിയാലും ഇതേപോലെ തലവേദന വരാം. അപ്പൊ അതും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ന്യൂറോ സർജനെയോ കണ്ടാൽ മതി. ഇപ്പം നമ്മുടെ കൊല്ലത്തെ എല്ലാ ആശുപത്രിയിലും ന്യൂറോ സർജൻസും ന്യൂറോളജിസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബെൻസിയർ ഹോസ്പിറ്റലുണ്ട്. ഇവിടെ തന്നെ നമുക്ക് അതിന് നോക്കി അതിനാവശ്യമുണ്ടെങ്കിൽ സ്കാനിങ് ചെയ്യോ അല്ല ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് നമുക്കിവിടെ. നമുക്ക് മറ്റൊരു ശ്രോത കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ, ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചോളൂ. ഹലോ. പിന്നെ എന്റെ വൈഫിന് എപ്പോഴും ഈ തലവേദന, ഈ ശ്വാസമുട്ടലൊക്കെ വരുന്നുണ്ട്. ശ്വാസമുട്ടൽ വരുന്നുണ്ടോ? ശ്വാസമുട്ടൽ ഗുളിക കഴിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് വെച്ച് തലവേദന, ഈ കണ്ണിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. കണ്ണിൽ ചെറിയ കംപ്ലൈന്റ് ഉള്ളതാണ്. അപ്പോ കണ്ണന്നേരം ആദ്യമായിട്ട് പോയി ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് കണ്ണിന്റെ കാഴ്ച കറക്റ്റ് ആണോ എന്ന് നോക്കണം. അത് കുഴപ്പമില്ല, ഒരു കണ്ണോട് കംപ്ലൈന്റ്, ചെറിയ കണ്ണ്, ഒരു കണ്ണ് കണ്ടിട്ട് കാണാം. കണ്ണട ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും ഉപയോഗിക്കത്തില്ല. കണ്ണട ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ട് കണ്ണിന് രണ്ട് പവർ ആണെങ്കിൽ തലവേദന വരും. അതുകൊണ്ട് മാത്രം വരും തലവേദന. പിന്നെ വൈഫിന് ശ്വാസമുട്ടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്വാസമുട്ടലും മരുന്ന് റെഗുലർ ആയിട്ട് കഴിക്കുന്നുണ്ടോ? ഗുളിക ശ്വാസമുട്ടലും ഗുളിക എല്ലാം കഴിക്കുന്നുണ്ട്. ആ ഗുളിക കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടോ? ഇല്ല. കറക്റ്റ് ആയിട്ട് തന്നെയാണോ കഴിക്കുന്നത്? ശ്വാസമുള്ള വരുമ്പോ ഓർണടുത്ത് കഴിച്ച് ഇങ്ങനെ വരുമ്പോ കുഴപ്പമില്ല, ശ്വാസമുള്ളില്ല. ഇപ്പൊ ചേട്ടൻ അറിയേണ്ടത് തലവേദനയുടെ കാര്യമാണോ ശ്വാസമുട്ടലിന്റെ കാര്യമാണോ? ഈ രണ്ട് കാര്യമായി, ശ്വാസമുട്ടലും തലവേദന എല്ലാം ചേർത്താണ് പറഞ്ഞത്. ശ്വാസമുട്ടൽ അതാണെങ്കിൽ ശ്വാസമുട്ടല് ഞാനല്ല ചികിത്സിക്കുന്നത്, അത് ഒരു ചെസ്റ്റ് ഫിസിഷ്യനെയാണ് കാണേണ്ടത്. അല്ലെങ്കിൽ തലവേദനയ്ക്ക് വന്നാൽ നമുക്ക് നോക്കാം എന്താണ് വേണ്ടിയെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ തലവേദനയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്: ആദ്യം ചെക്ക് ചെയ്യേണ്ട പ്രഷർ, പിന്നെ കണ്ണിന്റെ പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ആദ്യം കോമൺ ആയിട്ട് വരുന്നത്. ഇത് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിലേ ഉള്ളൂ ബ്രെയിനകത്ത് സ്കാനിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ. നമസ്കാരം. നമസ്കാരം മേഡം. റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ, അല്ലെ പറയുന്നത് ക്ലിയർ ആവില്ല കേട്ടോ. ചോദിച്ചോളൂ. ചോദിച്ചോളൂ സാറിന്റെ അടുത്ത്. ഹലോ, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ ഇതുപോലെ പണ്ട് യാത്രയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴൊക്കെ ഭയങ്കര തലവേദന ആയിരുന്നേ. അത് പിന്നെ അങ്ങ് കുറഞ്ഞായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ പെട്ടെന്ന് ഈ തലവേദന എന്ന് പറഞ്ഞാല് നെറ്റിക്കല്ല, തലയുടെ പിറകിൽ നിന്ന് ചുറ്റിലും റൗണ്ടിന് ഭയങ്കര തലവേദന ഉണ്ടാവും. ഓക്കെ, അത് ഉറങ്ങി എഴുന്നേക്കുമ്പോ മാത്രമേ ഈ തലവേദന ഉള്ളൂ? അതേ ഉള്ളു സാറേ. ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേന് കണ്ണൂര് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള തലവേദന പെട്ടെന്ന്. ശരി, രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് പ്രഷർ ചെക്ക് ചെയ്യുന്നതാണ്. പ്രഷറിന്റെ അസുഖം ഉണ്ടോ നേരത്തെ? എനിക്ക് പ്രഷർ ഇല്ല സാറേ. പ്രഷറിന് ഡോക്ടർമാര് പറയുന്നത് അച്ചാറ്, ഉപ്പ് വർഗ്ഗങ്ങളെല്ലാം കഴിച്ചോളാൻ എന്നോട് പറയുന്നത്. ശരി, അപ്പൊ കുറവായിരിക്കും പ്രഷർ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവും. പിന്നെ എനിക്ക് തൈറോയ്ഡ് ഉണ്ട്. പിന്നെ ഈ ന്യൂറോയുടെ ഒരു പ്രശ്നം ഇപ്പൊ തുടങ്ങി. ഈ വലത്തെ കൈയുടെ 3 വിരലിന് എനിക്ക് പിന്നെ പെരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ചേട്ടന് ESA ഉണ്ട്. അപ്പൊ
പെരുപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ കുട്ടിയത്ത് കിംസിൽ വിട്ടിട്ട് സ്കാൻ ചെയ്യിപ്പിച്ചായിരുന്നു കൈക്ക്. അന്നേരം പിന്നെ കയ്യില് 3 പേരും നോക്കിയപ്പോഴ് ചെറിയ ഇതുണ്ട്, ഞരമ്പിന്റെ ചെറിയ ഇതെന്തോ പറഞ്ഞു സാറേ. അത് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഈ 3 വെള്ളം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനൊന്നും, സാധനം തറയിൽ വീണാൽ എടുക്കാനോ ഒരു ഗ്ലാസ് വെള്ളം മുറുക്കി പിടിക്കാനോ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. കൈയുടെ ഞരമ്പ് കൈക്കുള്ളിലേക്ക് വരുന്ന ആ ഞരമ്പിന് കംപ്രഷൻ വരുന്നതുകൊണ്ടാണ്. മരുന്ന് കൊണ്ട് ശരിയായില്ലെങ്കിൽ അത് സർജറി തന്നെ ചെയ്യേണ്ടി വരും. കൈക്കൊക്കെ എപ്പോഴും വെള്ളക്കൊക്കെ ചൊറിച്ചിലാണ് ആ ഭാഗത്ത്. എന്തായാലും ശരി, തലവേദനയ്ക്ക് വേണ്ടി ഡോക്ടറെ കാണിച്ചിട്ട് കണ്ണ്, മൂക്ക്, ചെവിയെ ഇതൊക്കെ പരിശോധിച്ച് നോക്കി ബ്ലഡ് പ്രഷർ നോക്കണം. ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഇതിലൊന്നും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ ഒരു സ്കാനും കൂടെ എടുത്ത് നോക്കേണ്ടി വരും കേട്ടോ. വിളിച്ചതിന് നന്ദി സർ. അപ്പം നമ്മൾ എല്ലാ ശ്രോതാക്കളും തലവേദനയുടെ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് തലവേദന വരുമ്പോൾ എന്തെല്ലാം കാര്യം ഇപ്പം ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം നമുക്കറിയാം, സാറ് പറഞ്ഞു പല ടൈപ്പിലുണ്ട് തലവേദന എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ നിർത്തിയത്. തലവേദന നമുക്ക് ഒരു പ്രാവശ്യം തലവേദന വന്നെന്നും പറഞ്ഞ് അതിന് പരിശോധനകൾ ചെയ്യുമോ അതിന്റെ പുറകെ ഓടി നടക്കുകയോ വേണ്ട. ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം അടുപ്പിച്ച് തലവേദന വരിക. അതിൽ കൂടുതൽ തലവേദനകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകളൊക്കെ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോമണസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണിന്റെ അസുഖങ്ങൾ, കണ്ണിന്റെ പവറിന് ഡിഫറൻസ് വരിക. എക്സ്പെഷ്യലി 40 വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് മുകളിലോട്ട് പോകുന്ന ആൾക്കാർക്ക് അവരുടെ കണ്ണിന്റെ പവറിന് വ്യത്യാസം വരും. അപ്പോൾ കണ്ണ് പോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കണം. ചിലർക്ക് കാതിനകത്ത് വാക്സ് അടഞ്ഞാൽ അതുകൊണ്ട് മാത്രം തലവേദന വരും. ഇങ്ങനെ സിമ്പിൾ റീസൺസ് ആയിരിക്കും ചിലപ്പോൾ തലവേദനയ്ക്കുള്ളത്. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ അസുഖമാണ്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞ അസുഖത്തിനകത്ത് കണ്ണിന് കാഴ്ച പെട്ടെന്നൊരു ഇരുട്ട് പോലെ കണ്ണിനകത്ത് വരും. ചിലപ്പോൾ കണ്ണിൽ വെട്ടമടിക്കുന്ന പോലെ തോന്നും. ഇതിനൊക്കെ ശേഷം നമുക്ക് നല്ല തലവേദനയും ചിലർക്ക് തലകറക്കവും ഉണ്ടാവും. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള തലവേദനകളാണ്. പിന്നെ നമുക്ക് തലവേദന കൊണ്ട് സൈനസൈറ്റിസ് കൊണ്ടുവരും. സൈനസൈറ്റിസിന് തലവേദനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന കാണത്തില്ല. ഇച്ചിരി നേരം കഴിഞ്ഞ് വെയിലൊക്കെ അങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് തലവേദന കൂടി വരും. എന്നിട്ട് ആ തലവേദന ഉച്ച കഴിയുമ്പോഴത്തേന് അതങ്ങ് പോകും. ഞാൻ ആദ്യം പറഞ്ഞ ബ്രെയിൻ ട്യൂമേഴ്സിനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് തലവേദന. തലവേദനയും കൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ഇതങ്ങനെയല്ല, ഇത് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ പല തരത്തിലുള്ള തലവേദനകളുണ്ട്. ജസ്റ്റ് ഒരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിരന്തരമായിട്ടൊരു തലവേദന വരികയാണെങ്കിൽ നമ്മൾ അതിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ഇത് ചെയ്യണം. വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഒരു 14-15 വയസ്സാകുമ്പോൾ മൈഗ്രെയിൻ പലർക്കും ഉണ്ടാവും. ആ മൈഗ്രെയിൻ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് അത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ തലവേദന ഉണ്ടാകുന്ന തലവേദനയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരിക, അതായത് അതിന്റെ ക്യാരക്ടറിനൊരു ഡിഫറൻസ് വരിക. എപ്പോഴും ഈ തലവേദന വരുമ്പോൾ ഇടത്തെ സൈഡിലോ മാത്രമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വലത്തെ സൈഡിൽ ഒരിക്കലും വരത്തില്ല. പണ്ട് വലത്തെ സൈഡിലും വന്നുകൊണ്ടിരുന്ന തലവേദനയാണ്, ഇപ്പം ഇടത്തെ സൈഡിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തലവേദന ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരുന്നു. ഇങ്ങനെ അതിന്റെ ക്യാരക്ടറിലെ ഡിഫറൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം. കാരണം വേറെ കാരണങ്ങൾ കൊണ്ടും തലവേദന വരാം. അപ്പൊ എന്താണ് തലവേദന വന്നതെന്നുള്ളത്, അത് വ്യത്യസ്തമായ ഒരു തലവേദനയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അതിനെ കൂടുതൽ പരിശോധിച്ച് അതിനെന്താണെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ സർ, നമുക്കൊരു ശ്രോതാവ് കൂടെ ലൈനിൽ ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ 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 നമസ്കാരം. ഭയങ്കര കാലുവേദനയും നടുവേദനയും ഉണ്ട്. കാലുവേദനയും നടുവേദന ഓക്കെ പറഞ്ഞു. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഉണ്ട്. ഞാൻ നിന്ന് പോവായിട്ട് വന്നതാ. എനിക്കിപ്പോ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര നടുവിനും കാലിനും കാല് മടക്കി ഇരിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. കുറച്ച് വെച്ചിരിക്കണം. ഭയങ്കര കാലുവേദന നടുവേദന ഉണ്ട്. ചെയ്യണം. കാലുവേദന നടുവേദന എന്താ ജോലി എന്ന് പറഞ്ഞ ഇരുന്നോണ്ട് പൂ കെട്ടുകയാണോ? അല്ല, നിന്നുകൊണ്ട് പൂ കെട്ടുകയാണോ? ഓക്കെ. എത്ര മണിക്കൂർ നേരത്തേക്ക് ഒറ്റ അടിക്ക് നിൽക്കും? ചിലപ്പോ 2-3 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും ഒറ്റ. ഭയങ്കര വേദനയാണ്. കാല് ബാത്റൂമിലൊക്കെ പോണെങ്കിൽ പാടാ. ഇപ്പൊ എത്ര വയസ്സായി? 52-53 വയസ്സായി. ഓക്കെ. നമ്മള് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് പല ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ഡെഫിഷ്യൻസി വെച്ചാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ വരും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും
വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഭക്ഷണം കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം അല്ല കഴിക്കുന്നെങ്കിൽ, ബാലൻസ് ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ട വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ്. അത് ഞരമ്പുകൾക്ക് വേണ്ടിയുള്ള കുറച്ച് വൈറ്റമിൻസ് ഒക്കെ കഴിച്ചു നോക്കുക. കാലിനും ഞരമ്പിലേക്കുള്ള വേദനയാണെങ്കിൽ, അല്ല മുട്ടിനകത്ത് വേദനയാണ്, ഹിപ്പ് ജോയിന്റിനകത്തോ നടുവിന്റെ ജോയിന്റ്സിനകത്താണെങ്കിൽ അത് ഓർത്തോപീഡിക് ഡോക്ടറെ കാണിക്കുകയാണ് നല്ലത്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച നരമ്പ് ഡോക്ടറെ കാണിച്ചു. ഓക്കെ. അപ്പോഴേ ഗുളിക എഴുതി തന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞിരിക്കുക. അപ്പൊ ആദ്യം അത് കഴിച്ചു നോക്കും. കഴിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്നും വ്യത്യാസം തോന്നുന്നില്ല, പക്ഷെ വേദനയുണ്ട്. ഇത് നടുവിന്റെ അവിടുന്ന് വേദന ഷൂട്ട് ചെയ്തൊക്കെ എവിടം വരെ പോകും? വേദന നടുവിന്റെ ഇതില്ല, കാലിനാ കൂടുതൽ. നടുവിനും പ്രത്യേകം, കാലിന്റെ മുട്ടിന് താഴെ ഒട്ട് പ്രത്യേകം. അത് പുകച്ചിലാണോ നീറ്റലാണോ? അല്ല, വേദന പെട്ടെന്ന് മസില് പിടിക്കും. എന്തായാലും ഇത് ഡോക്ടർ നോക്കിയിട്ട് ഞരമ്പിന്റെ അസുഖമാണെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, ഗുളിക എഴുതി തന്നു. അപ്പൊ ഒന്നുകൂടെ ഒന്ന് അദ്ദേഹത്തെ പോയി കാണിച്ചിട്ട് അദ്ദേഹം ഒന്നുകൂടെ പരിശോധിക്കട്ടെ. ആദ്യം എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതായിരിക്കും, വൈറ്റമിൻസും കുറച്ച് വേദനയ്ക്ക് മാറാനുള്ള ഗുളികകളും ആയിരിക്കും തന്നത്. അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ ഇനിയിപ്പോ പരിശോധനകൾ എന്തെങ്കിലും ചെയ്ത് നോക്കേണ്ടി വരും. വൈറ്റമിൻ ഗുളികയൊന്നും ഒന്നും കഴിക്കുന്നില്ല. അത് കഴിക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു മേടിക്കുന്നു. ഡോക്ടറുടെ ചോദിച്ചാൽ മതി. വിളിച്ചതിന് നന്ദി സർ. അപ്പം സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ നടുവേദന. സർ, നമുക്കൊരു കോളർ കൂടി ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കൂടി പോകാം. ഹലോ, ചോദിച്ചോളൂ സാറിന്റെ അടുത്ത്. ഹലോ ഹലോ, ചോദിച്ചോളൂ സാറിന്റെ അടുത്ത്, കേൾക്കുന്നുണ്ട്. ഡോക്ടർ, എനിക്ക് ഒരു പ്രത്യേക ഒരു അനുഭവം തോന്നുന്നത്, തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു മുഴക്കം പോലെ ഇങ്ങനെ ചെവിയൊരു കൂടെ കേൾക്കുന്ന പോലെ സൂന്നൊരു സൗണ്ട് വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ മറ്റേത്. പക്ഷെ ഞാൻ 4-5 മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. കൊളസ്ട്രോളിന് കഴിക്കുന്നുണ്ട്, BP-ക്ക് കഴിക്കുന്നുണ്ട്, ഷുഗറിന് കഴിക്കുന്നുണ്ട്. അതിന്റെ കൂടെ 2 വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. കോബാഡക്സീസ് ഉണ്ട്, ന്യൂറോബിന്റെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ശരി, ഓക്കെ. അതുപോലെ തന്നെ കോബാഡക്സീസ് ഉണ്ട്, വൈറ്റമിൻ കഴിക്കുന്നുണ്ട്. അപ്പോ ഇത് ചെവിക്കകത്ത് ഈ മൂളല് കേൾക്കുന്ന മുഴുവൻ സമയമുണ്ടോ അതോ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ? മിക്കവാറും എല്ലാ ടൈമിലും ഉണ്ടെന്നാണ് ഞാൻ. അത് കൂടുതലും കിടക്കുമ്പോഴാണ് കൂടുതലായിട്ട്. അപ്പം പുറത്തൊന്നും ശബ്ദമില്ലാത്ത സമയത്താണ് നമ്മളിത് അറിയുന്നത്. അതെ. അതിങ്ങനെ അങ്ങനെയാണോ സൗണ്ട് കേൾക്കുന്നത്? കണ്ടിന്യൂസ് സൗണ്ട്? അങ്ങനെയല്ല, മൊത്തത്തിലൊരു ചെറിയ ഒരു വിസിലിംഗ് സൗണ്ട്. ഏതെങ്കിലും ചെവിക്ക് കേൾവി കുറവ് എന്തെങ്കിലും ഉണ്ടോ? ദൈവം സഹായിച്ച് ചെവിക്കൊന്നും പ്രശ്നമില്ല. 83 നൗ. ശരി. അപ്പോ ഇത് മെനിയസ് ഡിസീസ് എന്നും പറഞ്ഞ ഒരു ചെവിക്കകത്ത് വരുന്ന അസുഖമുണ്ട്. ആ അസുഖത്തിനകത്ത് ടിനിറ്റസ്, നമുക്കിങ്ങനെ ചെവിക്കകത്ത് ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കും. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ക്രമേണ ചെവിയുടെ കേൾവി കുറവുണ്ടാവും. അപ്പൊ അത് ENT ഡോക്ടറെ കാണിച്ചിട്ട് ചെവി ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പൊ ചെവി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അദ്ദേഹം മരുന്ന് തരും. അതാണ് ആദ്യം ചെയ്യേണ്ടത്, മെനിയസ് ഡിസീസ്. വിളിച്ചതിന് നന്ദി. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്? ഞാൻ മുരുകൻ. ചോദിച്ചോളൂ സാറിന്റെ അടുത്തോട്ട്. സാറാ, പിന്നെ നമ്മള് കണ്ണിന്റെ മേളില് തിരുകുത്തെന്ന് പറഞ്ഞ തലവേദന വരും. മനസ്സിലായില്ല, നമ്മൾ പറഞ്ഞ തിരുകുത്തെന്ന് തലവേദന വരും. ഭാഗത്താ വരുന്നത്. എവിടെയായിട്ടാണ് വേദന വന്നിരിക്കുന്നത്? പിരുകത്തിന്റെ എവിടെയോ? പിരുവത്തിന്റെ അവിടെ. ഈ നമുക്ക് എപ്പോഴും പറഞ്ഞില്ല, ഈ ഇടയ്ക്ക് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാ വരുന്നത് ഈ തലവേദന. ഈ വരുമ്പോ ഭയങ്കര ഇതാണ്. അവിടെ ഞെക്കുവാണെങ്കിൽ വേദന എടുക്കുവോ? വേദന വരും, ഭയങ്കര വേദന വരും. അത് സാധാരണ അവിടെ നമ്മുടെ പുരിയത്തിന്റെ അനുബന്ധിച്ച് തൊട്ടടുത്തായിട്ട് സൈനസ് ഉണ്ട്. ഫ്രോണ്ടൽ സൈനസ് എന്നും പറഞ്ഞ് നമ്മുടെ മൂക്കിനകത്തുനിന്ന് ഒരു സൈനസ് അവിടെ ഇരിപ്പുണ്ട്.
ആ സൈനസിനകത്ത് കഫം കെട്ടി വരികയാണെങ്കിൽ നമുക്ക് അവിടെ ആ ഭാഗത്ത് വേദന വരും. ആ സൈനസ് ബ്ലോക്ക് ആകുമ്പോൾ ആണെങ്കിൽ അതിന് നമുക്ക് ഭയങ്കര വേദന വരും. അപ്പം അവിടെ നമ്മൾ വിരലുകൊണ്ട് അതേൽ ആ സൈനസിലൊന്ന് ഞെക്കുവാണെങ്കിൽ അതിഭയങ്കരമായ വേദന തോന്നും. അപ്പൊ അതിന് കാണിക്കേണ്ടത് ഏറ്റവും നല്ലത് ഒരു ENT ഡോക്ടറെ തന്നെ കാണിക്കണം. അദ്ദേഹം നോക്കിയിട്ട് ആ കഫമൊക്കെ എടുത്ത് കളയുമ്പോൾ അത് ശരിയാവും. ഓക്കെ ഓക്കെ ഓക്കെ. അത് മുഴുവൻ സമയം ചിലപ്പോ ഇത് ബ്ലോക്ക് ആകത്തില്ലായിരിക്കും, അതുകൊണ്ടും ആകാം. എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ENT തന്നെ കാണിക്കും, അദ്ദേഹം നോക്കിയിട്ട് പറയും. ശരി, താങ്ക് യു. സർ, അപ്പം ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നടുവേദനയിലായിരുന്നു. സ്ത്രീകൾക്ക് പൊതുവെ നടുവേദന വരാറുണ്ട്. സർ, ഇത് എപ്പോഴായിരിക്കും അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോകുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അധികം നേരം നിൽക്കുമ്പോഴത്തേക്ക് നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഇറങ്ങുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പൊതുവെ നടുവേദന എന്ന് പറയുമ്പം ഒരു ഓർത്തോ ഡോക്ടറിനെ കാണുക ചെയ്യുന്നത്. എപ്പോഴായിരിക്കും നമ്മളതൊരു ന്യൂറോ ഡോക്ടറിനെ കാണാൻ, ന്യൂറോ സർജനെ കാണേണ്ട സ്റ്റേജ്? ജീവിതത്തിൽ നടുവേദന വരാത്ത ആൾക്കാർ വളരെ അപൂർവമായിരിക്കും. 90-95% അതിൽ കൂടുതൽ ആൾക്കാർക്കും നടുവേദന എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരും. നടുവേദന വരാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കാലിലും നടക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ സ്പൈനിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നടുവേദന വരും. നടുവേദന വരുന്നത് എപ്പോഴും ഈ ഡിസ്ക് മുഖേനയല്ല. നമ്മുടെ ജനത്തിന്റെ എല്ലാം വിചാരം നടുവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ ഡിസ്ക് തെറ്റി എന്നുള്ള ഒരു നിഗമനത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പലരും വന്ന് ഞങ്ങളുടെ അടുത്ത് പറയാം, എനിക്കൊരു ഡിസ്ക് പ്രോബ്ലം ഉണ്ട്, അത് ഡിസ്കാണ് എനിക്ക് കുഴപ്പം. നടുവേദന എന്ന് പോലും ആരും പറയാറില്ല, ഡിസ്കാണ് പ്രോബ്ലം എന്നേ പറയത്തുള്ളൂ. അത് നടുവേദന ഡിസ്ക് കൊണ്ട് മാത്രമല്ല, വേറെ 100,000 കാര്യങ്ങൾ കൊണ്ട് നടുവേദന വരാം. നടുവേദന നട്ടെല്ലിന് കുഴപ്പം ഒന്നും കാണത്തില്ല, യൂട്രസിന് കുഴപ്പമുണ്ടേ വരും. യൂറിനറി ഇൻഫെക്ഷൻസ് കൊണ്ട് അല്ലെങ്കിൽ ജെനിറ്റൽ ഇൻഫെക്ഷൻസ് കൊണ്ട് വരും. വയറ്റിനകത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വരും. അതാ ഞാൻ പറഞ്ഞത്, നടുവേദന സ്പെസിഫിക്കലി നട്ടെല്ലിന്റെ രോഗങ്ങൾ കൊണ്ട് മാത്രമല്ല, പല അസുഖങ്ങൾ കൊണ്ട് നടുവേദനയായിട്ട് പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് ഒരു ഡോക്ടർ ചോദിക്കുമ്പോൾ പല ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കും. അപ്പൊ വിചാരിക്കാട് എനിക്ക് നടുവേദന ഉള്ളപ്പോൾ ഡോക്ടർ വയറിന്റെ കാര്യം എന്തിനാ ചോദിക്കുന്നത്, അല്ലെങ്കിൽ മൂത്രം പോകുന്നുണ്ടോ എന്ന് എന്തിനാ ചോദിക്കുന്നത്? ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഓരോന്നോരോന്നായിട്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നത്. അപ്പോൾ ഒരു നടുവേദന വരുമ്പം സാധാരണഗതിയിൽ നടുവേദന നമുക്ക് പറയണമെങ്കിൽ 2ആയിട്ട് വിഭജിക്കാം. ഒന്ന് മെക്കാനിക്കൽ പെയിൻ, അതായത് നമ്മുടെ നട്ടലിന്റെ പല ജോയിന്റുകൾക്ക് വരുന്ന, നട്ടലിന് ഒറ്റ ജോയിന്റ് അല്ല, പല ജോയിന്റ്സ് ഉണ്ട്. ഏത് ജോയിന്റിനകത്ത് ഒരു ഇച്ചിരി സ്പ്രെയിൻ വരികയാണെങ്കിൽ, ഇച്ചിരി ഇൻഫ്ലമേഷൻ വരുവാണെങ്കിൽ അവിടെ പെയിൻ വരും. അപ്പൊ അങ്ങനെ പെയിൻ വരുമ്പോഴത്തേക്ക് അത് ആ ഒരു നട്ടലിന്റെ ഭാഗത്ത് മാത്രമേ കാണുള്ളൂ. പക്ഷെ ആ നട്ടലിനകത്തൂടെ പോകുന്ന ഞരമ്പിൽ ചെന്ന് ഒരു ഡിസ്കോ അല്ലെങ്കിൽ ഈ ജോയിന്റിനകത്ത് ജോയിന്റ് വളർന്നിട്ട് അതിന്റെ എല്ലോ കാണും ചെന്ന് തട്ടുകയാണെങ്കിൽ അത് പെയിൻ ഉണ്ടാക്കും. അത് ലോക്കൽ പെയിൻ മാത്രമല്ല, ആ ഞരമ്പ് പോകുന്നത് എങ്ങോട്ടാണോ ആ ദിക്കിൽ ചെന്നും പെയിൻ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് നട്ടലില് പെയിൻ വരുമ്പോഴത്തേനും നമ്മൾ കാലിന്റെ വിരലിൽ പെയിൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ കാലിന് മുട്ടിന് താഴോട്ട് പെയിൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. എപ്പോഴും നട്ടലിന്റെ ഞരമ്പിനെ തട്ടുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് റേഡിയേറ്റ് ചെയ്ത് താഴോട്ട് വരും. അങ്ങനെയാണ്. അങ്ങനെ റേഡിയേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഒരു ടൈപ്പ് ഓഫ് പെയിൻ ആണ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ന്യൂറോളജിസ്റ്റിനോ ന്യൂറോ സർജനെ തന്നെ കാണണം. നമുക്ക് മറ്റൊരു ശ്രോതാവ് ലൈൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ പേര് സജീവ് എന്നാണ് ഡോക്ടർ. ഓക്കെ. എനിക്ക് 36 വയസ്സേ ഉള്ളൂ. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്നത് വർക്ക്ഷോപ്പ് മേഖലയല്ല. ഓക്കെ. എനിക്ക് 4-5 വർഷത്തിന് മുമ്പ് നടുവേദന ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം ഇടത്തെ കാലിലോട്ട് പെരുപ്പായിരുന്നു. അങ്ങനെ ESIയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇടത്തെ കാലിന് എന്താ പറ്റി? പെരുപ്പ്, കാലിലോട്ട് പെരുപ്പ്. ഓക്കെ. അങ്ങനെ നട്ടലിനകത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, നരമ്പ് ബ്ലോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തില്ല. ഞാൻ പിന്നെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയി. അന്നേരം കാലിലോട്ടുള്ള പെരുപ്പങ്ങ് മാറി കിട്ടിയായിരുന്നു. പിന്നെ നടുവേദന ഇടയ്ക്ക് കൂടുതലും കുറവൊക്കെ വരാറുണ്ട്. പിന്നെ ഇടത്തെ കാലിലോട്ടുള്ള പെരുപ്പ് വന്നിട്ടില്ല. പിന്നെയും വർഷത്തിലെ പണി ചെയ്ത് വലത്തെ ഭാഗത്തോട്ടായി പിന്നെ നടുവിന് വേദന. ഇപ്പം ഒരാഴ്ച കൊണ്ട് എന്റെ മുട്ട് കുത്തിയിരുന്നിട്ട് എണീക്കാൻ പറ്റത്തില്ല. കാല് തറ കുത്താൻ പറ്റത്തില്ല. മുട്ടിന് നരമ്പിന് ഭയങ്കര വേദന. അത് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലത്? ആയുർവേദമാണോ? അത് ഈ ഡിസ്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ സാധാരണ അത് വന്ന് ഞരമ്പി തട്ടാനായിട്ട് കാരണം നമ്മൾ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഡിസ്കിനകത്ത് പ്രഷർ കൂടി അതിനകത്തുനിന്ന് ഡിസ്ക് മെറ്റീരിയൽ പുറത്തേക്ക് ചാടി വന്ന് ഈ ഞരമ്പിൽ വന്ന് തട്ടും. ആ ഞരമ്പിൽ വന്ന് തട്ടുന്നതുകൊണ്ടാണ് നമുക്ക് പെയിൻ വരുന്നത്.
സാധാരണഗതിയിൽ ഒരു മാസീവ് ഡിസ്ക് പ്രൊലാപ്സ് അല്ലാത്തത്, അതായത് ഭയങ്കര വലുതായിട്ട് രീതിയിൽ ഡിസ്ക് തള്ളി വന്നില്ലെങ്കിൽ, ചെറിയ ചെറിയ ഡിസ്കുകളൊക്കെ ആണെങ്കിൽ സ്വതമേ ഒരു 2-3 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് അത് തന്നെത്താൻ അത് അസുഖം മാറും. ചികിത്സിച്ചില്ലേലും അത് മാറും. നമ്മളവിടെ പോയി അനങ്ങാതെ കിടക്കുവാണെങ്കിൽ നമ്മുടെ അസുഖം മാറും. പക്ഷെ നമ്മൾ എന്തിനാ ചികിത്സ എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആ വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് വേദനയ്ക്ക് വേണ്ടിയുള്ള സംഹാരികൾ എടുത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുവാണെങ്കിൽ സാധാരണഗതിയിൽ ഡിസ്ക് തള്ളി വരുന്നതെല്ലാം അതിന്റെ വീര്യത കുറഞ്ഞു വന്ന് നമുക്ക് ഒരു സമാധാനം കിട്ടും. ഒരാഴ്ച അല്ലെ 10 ദിവസം കൊണ്ട് സാധാരണഗതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസം വരാത്ത ഡിസ്കുകളാണ് അതിനകത്ത് കൂടുതൽ ഡിസ്ക് തള്ളി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് അങ്ങനെ വരുന്നത്. ആ ഞരമ്പിന് കൂടുതൽ പ്രഷറുണ്ട്. നിങ്ങളുടെ തന്നെ 2 മാസം ആയുർവേദ ചികിത്സ എടുത്തു കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു. അതിന്റെ അർത്ഥം ആ ഡിസ്ക് കുറച്ച് ചുരുങ്ങിയതുകൊണ്ട് ഞരമ്പി പിന്നെ തട്ടാതെ വന്നപ്പോൾ നിങ്ങൾക്ക് വേദനയില്ല. പക്ഷെ പിന്നെയും പോയി നിങ്ങൾ ഹെവി വെയിറ്റ്സ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മുറിവിനകത്തൂടെ തന്നെ വീണ്ടും ഡിസ്ക് ചാടി വരും, വീണ്ടും ഞരമ്പിൽ ചെന്ന് തട്ടും. അത് ചിലപ്പോൾ ഇടത്തെ സൈഡിലായിരിക്കും, ചിലപ്പോൾ വലത്തെ സൈഡിലായിരിക്കും തട്ടുന്നത്. ഏത് സൈഡിൽ തട്ടിയാൽ ആ സൈഡിലെ ഞരമ്പിന് കുഴപ്പം വരും. പിന്നെ മുട്ടുവേദന എന്ന് പറഞ്ഞായിരുന്നു, മുട്ടുവേദന ഈ ഒരു ഡിസ്ക് തെറ്റുന്നത് കൊണ്ട് മുട്ടിനകത്ത് വേദന വരുന്നത് വളരെ അപൂർവമാണ്. ഒരു റെയറായിട്ട് മുട്ടിന്റെ ഭാഗത്തോട് കറക്റ്റായിട്ട് നരമ്പിനകത്തായിട്ടാണ് വേദന തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഡിസ്ക് തന്നെ തള്ളി നിൽപ്പുണ്ടോ എന്ന് വീണ്ടും പരിശോധിച്ച് നോക്കണം. ചിലപ്പോൾ ഒരു സ്കാൻ എടുത്ത് നോക്കേണ്ടി വരും അതിന്. ഞാനിപ്പം കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സസൈസ് ശരിയായിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നെങ്കിൽ ഡിസ്കിന്റെ വേദന കൂടും കേട്ടോ. അത് കറക്റ്റായിട്ടുള്ള എക്സസൈസ് തന്നെ ചെയ്യണം. ഭയങ്കരമായിട്ട് മുന്നോട്ട് കുനിഞ്ഞ് ഭാരം എടുക്കുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്ക് തെറ്റി നിൽക്കുന്നത് കൂടുതലായിട്ട് തെറ്റി വരും. പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ശരിയാക്കേണ്ടി വരും. ശരി, ഓക്കെ. വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. സർ, അപ്പം നമ്മൾ വീണ്ടും നടുവേദനയിൽ തന്നെ നിൽക്കുകയാണ്. സർ, അപ്പം എന്തൊക്കെ അസുഖങ്ങളായിരിക്കും ഇപ്പൊ സർ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണോ കൂടുതലായിട്ട് വരുന്ന ആളുകൾക്ക് ഈ ഒരു അസുഖമായിട്ട് നടുവേദനയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? നടുവേദന ഡിസ്ക് മുഖേന വരാം. നട്ടെല്ലെന്ന് പറയുന്ന ഇപ്പൊ നമ്മള് മീനിന്റെ മുള്ളൊക്കെ കണ്ടിട്ടില്ലേ, നട്ടലില് പല കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു നട്ടലിന്റെ ബോൺ വേറൊരു നട്ടലിന്റെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ ഡിസ്ക്. അപ്പം ഈ ഡിസ്കിന് പ്രോബ്ലംസ് വരാം, നട്ടലിന് തന്നെ പ്രോബ്ലംസ് വരാം. നട്ടലിനകത്ത് ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അതുകൊണ്ട് പെയിൻ വരാം. പിന്നെ നട്ടലിനകത്ത് പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് പെയിൻ വരും. ഒരു നട്ടലിൽ മറ്റേതിന്റെ മുകളിൽ സ്ലിപ്പ് ചെയ്ത് പോവാം. അതിന് ലിസ്തസിസ് ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോയാലും വേദന വരും. അപ്പൊ ഏതൊരു പെയിൻ ജനറേറ്റിംഗ് ടിഷ്യൂവിൽ ഏതൊരെണ്ണത്തിന് ഡാമേജ് വന്നാലും അവിടെ പെയിൻ വരും. അതുകൊണ്ട് ഞരമ്പ് മാത്രമല്ല, ഡിസ്ക് പെർസെ ഡിസ്കിനകത്ത് കുറച്ച് ഭാഗത്ത് ഞരമ്പുകളില്ല, അല്ല അതിന് ചുറ്റുമുള്ള ലിഗമെന്റ്സിലെല്ലാത്തിലും ഞരമ്പുകളുണ്ട്. അവിടെ മുറിവ് പറ്റിയാലും വേദന എടുക്കും. സർ, നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അബ്ദുൽ കരീം എന്നാണ്. ഓക്കെ. എനിക്ക് 63 വയസ്സുണ്ട്. ഓക്കെ സാറേ, എനിക്ക് ഒരു വർഷം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രോക്ക്? ഓക്കെ. സ്ട്രോക്ക്. അപ്പൊ അത് അങ്ങനെ കൊണ്ട് മെഡിസിറ്റി കൊണ്ടുപോയി സ്കാനൊക്കെ ചെയ്തപ്പോഴത്തേക്കും ചെറിയ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്രെയിനില്. അതിനുള്ള മരുന്നുകൾ എനിക്ക് പ്രേവൈസ്, അംബ്രില്, പിന്നെ വേറെ മെട്രോളൈഡ്, കവർസീൽ, അങ്ങനെ 4 ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. എനിക്ക് ടാബ്ലറ്റിന്റെ പേരുകൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മനസ്സിലായില്ല, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്താ പ്രോബ്ലം? എന്താണ് ഹലോ സാർ. പറഞ്ഞോളൂ സാറേ. എനിക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇയർ ബാലൻസ് എനിക്ക് തെറ്റാറുണ്ട് സാറേ. ഇയർ ബാലൻസ് തെറ്റാറുണ്ട്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കുമ്പോൾ കാലിലൊക്കെ നല്ല വേദനയുണ്ട്. കാര്യം ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് കൂടെയാണ്. അപ്പൊ ഈ അസുഖം വന്നതിന് ശേഷം ഈ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പിന്നെ ഫിസിയോതെറാപ്പി പറഞ്ഞു തന്ന എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് സാറേ, ഞാനിപ്പോ കഴിക്കുന്ന മെഡിസിൻ അത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കണോ, അല്ലാതെ അതിന് എന്തെങ്കിലും
വല്ലതും വരുത്താനോ പറ്റുമോ? അല്ല, സ്ട്രോക്കിന്റെ മെഡിസിൻ കഴിക്കുന്ന ആൾക്ക് വേറെ അസുഖങ്ങൾ വന്നുകൂടുന്നില്ല. മനസ്സിലായോ? നമുക്ക് ഈ കാലിലുള്ള വേദനയും പിന്നെന്താ ബാലൻസ് പോകുന്നത്, ഇയർ ബാലൻസ് ചില സമയത്ത് എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഇയറിന്റെ ബാലൻസിന് ആണോ കുഴപ്പം, അതോ ബ്രെയിനിനകത്തുള്ള പ്രോബ്ലം ആണോ? ബ്രെയിനിനകത്തോട്ട് രക്തോട്ടം കുറഞ്ഞു പോയാലും ബാലൻസ് പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സാർ ഒരു ന്യൂറോളജിസ്റ്റിനെ തന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കാണുന്നതായിരിക്കും നല്ലത്. സ്ട്രോക്കിന് ഒരിക്കൽ വന്നതായതുകൊണ്ട് ചെക്കപ്പ് ചെയ്യാറുണ്ട്. ഞാനൊരു 6 months ബാക്ക് ഞാൻ അവിടെ ഡോക്ടറെ അടുത്ത് കണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ പുള്ളി ആ ഫിസിയോതെറാപ്പി തന്നെ എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഈ മെഡിസിൻ തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അന്നും ഇതേ അസുഖം ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഇങ്ങനെ പെട്ടെന്നായിരുന്നു എനിക്ക് വന്നത്. അല്ല, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അവസാനം ഡോക്ടറെ കണ്ടപ്പോഴും ഇതേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ചെറിയ ഇയർ ബാലൻസിന്റെ ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പുള്ളി ഉടനെ എന്റെ ഐ എല്ലാം ടെസ്റ്റ് ചെയ്തു, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കൈയൊക്കെ നേരെ പിടിച്ച് നോക്കി. അതുകൊണ്ട് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നിങ്ങള് കഴിക്കുന്ന മെഡിസിൻ തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. ശരി ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അസുഖം കൂടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കൂടിയിട്ടൊന്നുമില്ല സാറേ. നോർമലൈസേഷനിൽ പോവാണ്. ചില സമയത്ത് കയറി ഇങ്ങനെ ഈ ബിയർ ബാലൻസ് തെറ്റുന്നുണ്ട്. കാല് കൈക്കൊക്കെ ഭയങ്കര വേദനയാണ്, കാലിലൊക്കെ നല്ല വേദന. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഓവറോൾ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുന്നതാണ് നല്ലത്. സിംറ്റംസ് പറഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയഗ്നോസിസ് പറഞ്ഞു തന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും നല്ലത് ഡോക്ടറെ തന്നെ ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി. സർ, നമ്മളിപ്പം പറഞ്ഞു വന്നത് ഡിസ്കിന്റെ കംപ്ലൈന്റിനെ കുറിച്ചാണല്ലോ. ഡിസ്ക് കംപ്ലൈന്റ് ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഡിസ്ക് എന്ന് പറയുന്ന സാധനം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് പ്രായം കുറവായിരിക്കുമ്പോൾ, അതിപ്പോൾ പിള്ളേർക്കും വളർന്നു വരുന്ന യുവാക്കൾക്കും ഒക്കെ അവരുടെ ഡിസ്ക് വളരെ ടർജിഡായിട്ട് നിൽക്കും. അതിനകത്ത് കൂടുതൽ വെള്ളത്തിന്റെ അംശമുള്ളതുകൊണ്ട് അത് നല്ല കട്ടിയായിട്ട് നിൽക്കും. നമ്മൾ പ്രായമാകും തോറും ആ ഡിസ്കിന്റെ വെള്ളം അതിനകത്തു നിന്ന് പോയിട്ട് അത് ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ അത് ചുരുങ്ങും. അതിന്റെ സൈസ് ചുരുങ്ങുമ്പോഴത്തേന് അതിന്റെ ചുറ്റുവട്ടമുള്ള അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ക്യാപ്സ്യൂള് ഭയങ്കര ലൂസാവും. ക്യാപ്സ്യൂൾ ലൂസാവുമ്പോഴത്തേന് ഈ എല്ല് പതുക്കെ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ തുടങ്ങുമ്പോഴത്തേന് അത് ബോഡിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ ബോഡി അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചുറ്റുവട്ടം കൂടുതൽ ബോൺ ഉണ്ടായി അതിന്റെ സർഫസ് ഏരിയ കൂട്ടാനായിട്ട് ശ്രമിക്കും, ആ ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്ത് നിർത്താനായിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴത്തേന് ഈ ബോൺ പുതിയതായിട്ട് ഫോം ചെയ്യുന്നത് വന്ന് നെർവ്സിൽ വന്ന് തട്ടും. അങ്ങനെ നെർവ്സിൽ തട്ടി പെയിൻ ഉണ്ടാക്കും. പിന്നെ ഡിസ്കിന്റെ തന്നെ പല ഭാഗങ്ങളിലുള്ള ഈ ലിഗമെന്റ്സ് ചില ഭാഗങ്ങളിൽ കുറച്ച് വീക്കാണ്. അപ്പൊ നമ്മൾ മുന്നോട്ട് കുനിയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഡിസ്കിനകത്തുള്ള പ്രഷർ കൂടിയിട്ട് പുറവശത്തോട്ട് ആ ഡിസ്ക് ഈ വീക്കായിട്ടുള്ള ലിഗമെന്റ്സ് പൊട്ടിച്ച് അതങ്ങ് വെളിയിൽ ചാടും. അപ്പൊ ഇങ്ങനെ പുറത്തോട്ട് ചാടി വരുന്ന ഡിസ്ക് മെറ്റീരിയൽ ഒരു ഞരമ്പിൽ ചെന്ന് തട്ടുവാണെങ്കിൽ ആ ഞരമ്പിന് പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടായി നമുക്ക് പെയിൻ ഫീൽ ചെയ്യും. ആ പെയിൻ ലോക്കലായിട്ട് കാണും. താഴെ ഡിസ്റ്റലി നമുക്ക് എവിടെയാണ് ആ നെർവ് സപ്ലൈ ചെയ്യുന്നത് ആ സപ്ലൈ ചെയ്യുന്ന ഏരിയയിലെല്ലാം നമുക്ക് പെയിൻ വരും. അപ്പൊ സാർ, നടുവേദന മറ്റു കാലയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണോ നമ്മളിത് ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണെന്നുള്ളത്? അല്ല, ഞരമ്പിന് ഡിസ്ക് വന്ന് ഞരമ്പി തട്ടിയത് കൊണ്ടാകാം. പക്ഷെ ഒരു ട്യൂമറാണ് ഇതിനകത്ത് വളരുന്നെങ്കിൽ ട്യൂമർ വന്ന് ഞരമ്പി തട്ടിക്കഴിഞ്ഞാലും അതേപോലെ കാലിലോട്ട് വേണമെങ്കിൽ വേദന വരാം. പക്ഷെ അത് സ്ലോലി പ്രോഗ്രസിങ് ആയിരിക്കും. ഡിസ്ക് പെട്ടെന്നൊരു ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഒരു വെയിറ്റ് എടുക്കുന്ന സമയത്ത് ടക്ക് എന്ന് പറഞ്ഞ് ഡിസ്ക് പൊട്ടിയിട്ട് അതിനകത്തും ഡിസ്ക് മെറ്റീരിയൽ വന്ന് തട്ടി നമുക്ക് പെയിൻ വരും. അപ്പം ഇതിന്റെ ടെമ്പറൽ കോഴ്സ്, അതായത് എങ്ങനെ അത് ഇവോൾവ് ചെയ്ത് വന്നേന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പല അസുഖങ്ങളും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു ശ്രോതാവ് ലൈനിൽ ചെയ്യുന്നുണ്ട്. ഹലോ കോളർ ഡ്രോപ്പ്. ഹലോ ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. സാറേ, ഞാൻ ഒരു പാർക്കിൻസോൺസ് പേഷ്യന്റ് ആണ്. അപ്പൊ എനിക്ക് എക്സസൈസ് അതായത് ഈ മസിൽസിനാണ് കൂടുതലും പെയിൻ ഉണ്ടാകുന്നത്. ശ്രീത്രയിലെ ചികിത്സയാണ്, ശ്രീത്ര തിരുവനന്തപുരം. അപ്പൊ ഈ മസിൽസ് പെയിന് വളരെ സിവിയർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്.
ഇപ്പൊ തരം ബട്ടക്സിന്റെ രണ്ട് സൈഡിലും ബട്ടക്സിൽ ഉള്ളിലായിട്ട് മസിൽസിന് പെയിൻ ഉണ്ടാകുക, കാലിന് ബൂട്ടിന് താഴോട്ട് പെയിൻ ഉണ്ടാകുക, അങ്ങനെ ആ ഒരു പെയിനാണ്. എക്സസൈസ് ആയിട്ട് എന്താണ് ഫലപ്രദമായിട്ടുള്ള എക്സസൈസ് എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ജോയിന്റിനെ മൂവ് ചെയ്യുന്നത് മസിൽസ് ആണ്. ഒരു ജോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങണമെന്നുണ്ടെങ്കിൽ മസിൽസ് വേണം. അപ്പൊ ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മസിൽ ഗ്രൂപ്പ്സിനെയും ഒരു പ്രാവശ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അത് റിലാക്സ് ചെയ്യിപ്പിക്കുക, വീണ്ടും സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ ഏതൊരു എക്സസൈസിലും നമുക്ക് ഈ എല്ലാ ജോയിന്റ്സും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെന്റിൽ അനക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു എക്സസൈസ് ആയി. അപ്പൊ ഈ ഇലക്ട്രോണിക് മസാജ് ചെയ്യാനുള്ള ഇലക്ട്രോണിക് മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ സാർ, ഉണ്ട്. അങ്ങനെയുള്ള അത് ഉപയോഗപ്രദമാകുമോ? അത് ചെയ്യുന്നത് മസാജ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മള് അത് രക്തോട്ടം, അവിടുത്തെ ഉള്ള രക്തോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്ത് രക്തത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേന് ഫ്രഷ് ആയിട്ട് ബ്ലഡ് അവിടെ വരും. അവിടെയുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ പുഷ് ചെയ്ത് അങ്ങ് മാറ്റും. അങ്ങനെ വരുമ്പോൾ വേസ്റ്റ് പ്രോഡക്ട്സ് മസിലിനകത്ത് അക്യൂമുലേറ്റ് ചെയ്ത് അതുകൊണ്ട് തന്നെ പെയിൻ വരും. പിന്നെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് കിട്ടും. അതുകൊണ്ടാണ് പണ്ട് അപ്പൂപ്പന്മാരുടെ കാലെ പിടിച്ച് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൈ കൊണ്ട് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. അത് ചെയ്യുന്നതിന്റെ രഹസ്യം അതിലാണ്. അതായത് നമ്മൾ സ്ക്വീസ് ചെയ്ത് വിടുമ്പോഴത്തേനും ബ്ലഡ് മാത്രമല്ല, നമുക്ക് ആ ഫീല്, നമുക്ക് ആ ഞരമ്പില് നമ്മുടെ ഞരമ്പുകളും സ്റ്റിമുലേറ്റഡ് ആവും. ഇത് രണ്ടും കൊണ്ട് നമുക്കൊരു സെൻസ് ഓഫ് വെൽബീയിങ് വരും. അങ്ങനെയാണ് എക്സസൈസ് നമ്മളെ സഹായിക്കുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ ഈ മെഷീൻ ഫലപ്രദമാണോ നമുക്ക് ഉപയോഗിക്കാൻ? വലിയ കോസ്റ്റ്ലി ആണ്, 1 lakh ഒക്കെ വരുന്ന മെഷീൻസ് കണ്ടിട്ടുള്ള ഞാൻ സാറേ. ഇല്ല, അതിനും നല്ല നമുക്ക് സിമ്പിൾ എക്സസൈസ് കൊണ്ട് മാത്രം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കൂടുതലൊന്നും ആലോചിക്കേണ്ട, നമ്മുടെ ജോയിന്റ് നോക്കുക, കൈവിരലുകളുടെ ജോയിന്റ്, മുട്ടിന്റെ ജോയിന്റ്, റിസ്റ്റിന്റെ ജോയിന്റ്, അതിന് എന്തൊക്കെ മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റും ആ മൂവ്മെന്റ്സ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ മതി. ശരി, ഓക്കെ, ബൈ. വിളിച്ചതിന് നന്ദി സാർ. അപ്പൊ നമ്മള് മറ്റൊരു ശ്രോതാവോട് ലൈനിൽ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്റെ പേര് ഷീജ, ഞാൻ ഐറ്റിന്ന് വിളിക്കുകയാണ്. എനിക്ക് ഇപ്പൊ ഞാനൊരു ട്രീറ്റ്മെന്റില്ല, മെനിഞ്ചൈറ്റിസിന്റെ. അത് പിന്നെ അമൃതയിലായിരുന്നു. അപ്പൊ ഇപ്പൊ അതിന്റെ 1 വർഷം ആവുന്നു. അപ്പൊ എനിക്ക് നട്ടെല്ലിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അത് മനസ്സിലാക്കിയത്, ആ രോഗം കണ്ടുപിടിച്ചത്. ഇപ്പൊ എനിക്ക് ഇപ്പം 12ാമത്തെ മാസം ആവുന്നു. എനിക്കിപ്പോ ഒരു 3-4 മാസം കൊണ്ട് നല്ല നടുവേദനയുണ്ട്. അപ്പൊ ഇങ്ങനെ നട്ടെല്ലിന്ന് അത് അങ്ങനെ കുത്തിയെടുത്തത് കൊണ്ടാണോ അങ്ങനെ വരുന്നത്? ഞാൻ പറഞ്ഞുതരാം. നട്ടെല്ലിന്ന് കുത്തിയെടുക്കുന്നത് നമ്മുടെ തലമുടിയുടെ വലിപ്പോ അതിനെക്കാട്ടും ഇച്ചിരിയും കൂടെ വലിപ്പമുള്ള ഒരു നീഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ആ നീഡിൽ നമ്മൾ കുത്തുന്നത് പല പ്രാവശ്യം നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല അത് അകത്തോട്ട് പോകുന്നത്. അത് കുത്തിക്കഴിഞ്ഞ് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മളവിടെ തൊട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. ഒരു 90% നട്ടെല്ല് കുത്തിയെടുക്കുന്ന ഇത് ഒരു പ്രക്രിയ കൊണ്ട് നമുക്ക് നടുവേദന വരത്തില്ല. പിന്നെ നടുവേദന വന്നുകൂടാന്നില്ല. ഇത് നമ്മൾ കുത്തിയെടുക്കുമ്പോഴത്തേന് നമ്മൾ ഏതെങ്കിലും രക്തക്കുഴലിലോ ഞരമ്പിലോ ചെന്ന് തട്ടുകയാണ്. അങ്ങനെ തട്ടുകയാണെങ്കിൽ നമുക്ക് നടുവേദനയോ അല്ലെങ്കിൽ പിന്നീട് വേദനകളോ ഉണ്ടാവാം. പക്ഷെ സാധാരണഗതിയിൽ അത് തട്ടാത്ത രീതിയിലാണ് ഇത് ഇടുന്നത് അകത്തോട്ട്. ഈ സേഫ് ആയിട്ടുള്ള ഏരിയയിൽ കൂടെയാണ് ഇത് അകത്തോട്ട് ഇടുന്നത്. അതുകൊണ്ട് ഒരു നട്ടെല്ലിൽ ഒരു LP ചെയ്തത് കൊണ്ട് നടുവേദന വരുമെന്ന് പറയാനുള്ള സാധ്യതകൾ വളരെ വളരെ റിമോട്ടാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കണ്ട. അതിലും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ നടുവേദനയ്ക്ക് എന്നുള്ള കണ്ടുപിടിക്കാന്നാണ്. ഇതിന് അട്രിബ്യൂട്ട് ചെയ്യാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ നടുവേദന വരുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് അത് ആവശ്യം. ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എനിക്ക് പിന്നെ ഷുഗർ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുവാണ്. ഓക്കെ. അപ്പൊ ഞാൻ ആ മരുന്ന് നിർത്തിയിട്ടില്ല. മെനിഞ്ചൈറ്റിസിന് അത് കഴിച്ചോണ്ടിരിക്കുവാണ്. അതിന്റെ മരുന്ന് നിർത്തിയില്ല. എന്ത് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു അത്? തലച്ചോറില് ഇൻഫെക്ഷൻ ആണെന്നാ പറഞ്ഞത്. അത് ട്യൂബർക്കുലോസ് മെനിഞ്ചൈറ്റിസ് ആണോ പയോജനിക് ആണോ എന്താണെന്ന് അറിയാമോ? അത് അല്ല ഡോക്ടർ ഇപ്പൊ ആദ്യം പറഞ്ഞ അതാ. ട്യൂബർക്കുലോസാ? അതെ.
ഓക്കെ. അതാവുമ്പോഴത്തേന് അതിന് കറണ്ട് ട്രീറ്റ്മെന്റ് അനുസരിച്ച് അപ് ടു 9 months അല്ലെങ്കിൽ ചിലതിനൊക്കെ 12 months, ബോണിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അപ് ടു 1.5 years വരെയൊക്കെ കഴിക്കേണ്ട പല ടൈം ലിമിറ്റ് ഉണ്ട് അതിന്. അപ്പൊ അത് ആ കൺസേൺ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ആണ് അതിന്റെ സിവിയറിറ്റി മനസ്സിലാക്കി ആ സിവിയർ എന്തുമാത്രം സിവിയർ ആണെന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് പോകുന്നത്. അതല്ല ഡോക്ടർ, എനിക്കിപ്പം ഞാൻ ഇൻസുലിൻ എടുക്കുന്ന അപ്പൊ കാലിനായിരുന്നു എടുക്കുന്നത്, മുട്ടിന് മേളിലൊക്കെ ആയിട്ട്, മുട്ടിന്റെ മേലെ തൊടഭാഗത്ത്. അപ്പൊ എനിക്കിപ്പോ നല്ല നീരുണ്ട് ആ തൊടഭാഗത്ത്, ആ മുട്ടിനൊക്കെ നല്ല നീരുണ്ട്. അത് നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന മാറി മാറിയല്ലേ എടുക്കുന്നത്? അതെ, 2 കാലിനാ. ഞാൻ തന്നെ ആയതുകൊണ്ട് 2 കാലിന് വെച്ചാ ഞാൻ. ഓക്കെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാലിന് മാത്രമല്ല നമ്മുടെ കൈയുടെ അവിടെയുള്ള മസിൽസിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ നമുക്ക് കുത്തിവെക്കാം, വയറിൽ കുത്തിവെക്കാം, പിന്നെ കാലിന്റെ തൊടയിൽ കുത്തിവെക്കാം, പലതായിട്ട്. അത് എപ്പോഴും ഒരിടത്ത് തന്നെ കുത്തിക്കൊണ്ടിരിക്കരുത്, കാലിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കരുത്. അത് ഇന്ന് ഇടത്തെ കാലാണെങ്കിൽ നാളെ വലത്തെ കാല്, അത് കഴിഞ്ഞിട്ട് വയറില്, അത് കഴിഞ്ഞ് കയ്യേല്, പിന്നെ ഇടത്തെ കയ്യേല്, വലത്തെ കയ്യേല്, ഇങ്ങനെ മാറി മാറി പോയാൽ മാത്രമേ നമുക്ക് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ ഒത്തിരി ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ ആ ഭാഗം എല്ലാം വേദന വരും. അവിടുത്തെ എന്താന്ന് പറയുന്നത് ഫാറ്റ് ലൈപ്പോസ് ടിഷ്യൂവിന് കുഴപ്പങ്ങളുണ്ടാവും. അപ്പൊ അതൊന്ന് ഡെഫിനറ്റ് ആയിട്ട് മാറ്റി മാറ്റി കുത്തണം. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക് തന്നെ പോകാം. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം ഒരു മാസം മുമ്പിട്ട് നടുവേന വല്ലപ്പോഴും വരാറുണ്ട്, ചെറുതായിട്ട് വന്നിട്ടങ്ങ് മാറും. പിന്നെ ഒരു മാസം മുമ്പ് ഇടത്ത് സൈഡിലായിട്ട് ബാക്കിലെ നട്ടലിനോട് ചേർന്ന് ഇടത്ത് സൈഡിലായിട്ട് ഒരു വേദന വന്നിട്ട് 2-3 ദിവസം നിന്നു. അതായത് ഇരിക്കുമ്പോഴൊക്കെ വളരെ അസ്വസ്ഥതയായിട്ടുള്ള വേദനയായിരുന്നു. പിന്നെ അത് പിന്നെ കാലിലോട്ടും പിന്നെ തുടയ്ക്ക് മുട്ട് വരെ ആ വേദന ചില സമയത്ത് വരും, മുട്ട് വരെ ആ വേദന ചില സമയത്ത് വരുമായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ തന്ന, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് വൈറ്റമിൻ ഗുളികയും വേദനയുടെ ഗുളികയും ഒക്കെ തന്നു. കഴിച്ച് കുറവുണ്ട്, പക്ഷെ അത് മാറിയിട്ടില്ല ചൊവ്വന് ഇതുവരെ. അപ്പൊ അത് പിന്നെ ഈ പുറത്തു വരുന്ന വേദന കാലിലോട്ട് ഇറങ്ങുന്ന, ഞാൻ മുമ്പേ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നയാ, കാലിലോട്ട് ഇറങ്ങുന്ന മുട്ടുവരെയൊക്കെ ഇറങ്ങുമ്പം ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അങ്ങനെ വേദന വരുന്നതെന്നുള്ള സംശയം. ഞരമ്പിന് പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. അത് അങ്ങനെ വരികയാണെങ്കിൽ കാലിന് മരവിപ്പ്, കാലിന് ബലക്കുറവ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യവും കൂടെ പരിശോധിച്ച് നോക്കേണ്ടി വരും. അതും കൂടെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞിട്ടേ നമുക്ക് ഞരമ്പിന്റെ തന്നെ ആണെന്നുള്ള കാര്യം തീർത്ത് പറയാൻ പറ്റുള്ളൂ. ഈ വലത്തെ കാലിന്റെ തുടഭാഗത്തൊരു മരവിപ്പുണ്ട്, അത് കുറച്ച് നാളുകൊണ്ടേ ഉണ്ട്. നമ്മൾ തൊടുമ്പോഴൊരുമാതിരി ഒരു സ്പർശിക്കുമ്പോഴൊരു വല്ലാതൊരു വരുമല്ലോ മരവിപ്പ് പോലെ. അത് മുൻവശത്താണോ പുറവശത്താണോ? മുൻവശത്ത് മുട്ടിന് മേളിലായിട്ട് മുൻവശത്ത്. അത് ബാക്കിലും പുറകിലും ഉണ്ട്, പുറത്തും ഉണ്ടത്. പുറത്തും ചില സ്ഥലത്ത്, എല്ലായിടത്തും ഇല്ല, ചില സ്ഥലത്ത് നമ്മൾ തൊടുമ്പോ ഒരു മരവിപ്പ് പോലെ ഉണ്ട്, പുറത്തും ഉണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ കൂടെ ഈ ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള അത് ശരീരത്തിന്റെ പല ഭാഗത്തും അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഈ ചുളിച്ചുളാന്നൊരു വേദന പോലെ ചെറുതായിട്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് നിൽക്കുള്ളൂ, നല്ലൊരു വേദന വരും, എന്നിട്ട് അതങ്ങ് മാറുകയും ചെയ്യും. വൈറ്റമിൻ ലെവൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും ഇത് വരുന്നത്. ഇതെല്ലാം ഒരു വേഗ് സിംറ്റംസ് ആണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഒരു അസുഖത്തിൻ്റെതായ ഒരു സിംറ്റം ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണം. ബ്ലഡിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വിളിച്ചതിന് നന്ദി. മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. കൊല്ലത്തിൽ നിന്നാണ്. പിന്നെ എന്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. മോക്ക് എപ്പോഴും തലവേദന വരും സാറേ. അപ്പൊ മൈഗ്രീനാന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോ സ്കാനിങ് ഒക്കെ ചെയ്ത് സ്കാൻ ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല. അത് മൈഗ്രീൻ വരുന്നത് അതാ. അപ്പൊ ആഹാരം ഇയാൾ സമയത്തിന് കഴിക്കത്തില്ല. സമയത്തിന് കഴിക്കാതിരിക്കുമ്പോ വേദന. ഇപ്പൊ പെടല് വേദനയുണ്ടെന്ന് പറയുന്നത്. മോക്ക് 26 വയസ്സുണ്ട്. ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ അസുഖം വരാനായിട്ട് ചില കാരണങ്ങളുണ്ട്.
അല്ലെങ്കിൽ ചില പ്രെസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ചില കാരണങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മൈഗ്രെയിൻ അത് ഉണ്ടാവും. ഒരു കാര്യം ഉറക്കിളക്കുക എന്നുള്ളതാണ്. ഉറക്കിളക്കുകയാണെങ്കിൽ പലർക്കും തലവേദനയും ഉണ്ടാവാറുണ്ട്. അവിടെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലായിരിക്കും. അപ്പൊ അവർക്ക് കൂടുതൽ ജോലി കാണും. രണ്ടാമത് മൈഗ്രെയിൻ വരുന്നത് ഭക്ഷണ സമയത്ത് കഴിക്കാതിരിക്കുകയാണെങ്കിൽ വരും. പിന്നെ മൂന്നാമത് വരുന്നത് ഒത്തിരി വെയിലത്തൊക്കെ ഇറങ്ങി നടന്ന് എക്സോസ്റ്റഡ് ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയും വരും. പിന്നെ ഇത് ഒന്നും അല്ലാതെ ഈ ആർക്കിടെക്ട് ആയതുകൊണ്ട് ഇപ്പൊ ഒത്തിരി വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും വളരെ സൂക്ഷ്മമായിട്ട് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് കണ്ണും പരിശോധിച്ച് നോക്കണം. കണ്ണ് പരിശോധിച്ചപ്പോ കണ്ണാടി വെക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത് കണ്ണാടി വെച്ച് കഴിയുമ്പോ മിക്കവാറും തലവേദനയൊക്കെ കുറയും. കുറഞ്ഞുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. അത് ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്ന എന്ത് കാര്യം കൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്ന ആ കാരണം നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാതിരിക്കണം. അതാണ് മരുന്ന് കഴിക്കുന്നതിലും നല്ലത്. ഫുഡ് കഴിക്കുമ്പോ കുഴപ്പമില്ല. അപ്പൊ പിന്നെ എക്സസൈസ് ചെയ്യുക, ഫുഡ് ആവശ്യത്തിന് കഴിക്കുക. എക്സസൈസ് ചെയ്യാതെ ഫുഡ് മാത്രം റെസ്ട്രിക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെയും തലവേദന വരും, ക്ഷീണം വരും. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് നമ്മുടെ നിൽക്കുമ്പോഴേ ഈ ചന്തി ഭാഗത്ത് ഭയങ്കര വേദന. അത് ഞാൻ ഉപാസനയില് ഒരു മാസത്തോളം കടന്നു, വെയിറ്റ് ഒക്കെ ഇട്ട് കിടന്നിട്ട് ഒരു കുറവുമില്ല. പിന്നെ ആയുർവേദത്തിൽ പോയി, ആയുർവേദത്തിൽ ഒരു മാസവും 10 ദിവസവും കടന്ന്, എന്നിട്ടൊരു കുറവുമില്ല. ഇപ്പം ന്യൂറോ സർജറി തിരുവനന്തപുരത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ മാസം ഓപ്പറേഷൻ വെച്ചിരിക്കുകയാണ്. എന്ത് ഓപ്പറേഷനാണ് ചെയ്യാനായിട്ടാ പ്ലാൻ ചെയ്യുന്നത്? മറ്റേ ന്യൂറോ സർജറി. അത് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് നരമ്പിന്റെ ഡിസ്കിന്റെ ഇടയിൽ നരമ്പ് കീറി ഞെരുങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പം എനിക്ക് വേറെ ആദ്യമായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കൊച്ചു ഡോക്ടർ, അസിസ്റ്റന്റ് ഡോക്ടർമാരുണ്ടല്ലോ, അത് വിളിച്ച് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് നടക്കാൻ നേരത്ത് ചെരുപ്പ് ഊരി പോവുക, കാലിന് ബലക്കുറവ്, വീഴാൻ പോവുക. അതായത് നമ്മളെ നടുവല്ല, നമ്മളെ ചന്തി ഭാഗത്ത് അകത്ത് വേദനയാണ്. നിൽക്കാനും നടക്കാനും ഒരു പൊടി വയ്യ. അങ്ങനെ അപ്പം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ എന്താന്ന് വെച്ചാല് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഒട്ടും പറ്റുന്നില്ല. അതെല്ലാം അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടറിന്റെ അടുത്ത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ശകലം ഷുഗറുണ്ട്. അപ്പൊ അതിന്റെ ആണോ മറ്റേ നരമ്പിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതിന്റെ ആണോന്ന് ഒരു സംശയം കൊണ്ട് വിളിച്ചത്. ഇത് ബ്ലഡ് സർക്കുലേഷന്റെ പ്രോബ്ലം അല്ല. ഇത് ഞരമ്പെന്ന് പറയുന്നത് നെർവാണ്. രക്തം പോകുന്നത് രക്തക്കൊഴലുകൾ അല്ലെ രക്തധമനികളിനകത്തൂടെ പോവും. അപ്പൊ അത് രണ്ടും തമ്മിൽ നമ്മൾ തെറ്റിപ്പോരുത്. ഈ ഞരമ്പുകളിനകത്ത് ഈ നെർവ്സ് എന്ന് പറയുന്നതാണ്. ഈ നെർവ്സിന് ഡാമേജ് വരുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാവുന്നത്. അത് എവിടെ നെർവ്സ് ആണ്, രക്തക്കൊഴലിനകത്തുള്ള നെർവിന് ഡാമേജ് വന്നാലും നമുക്ക് വേദന എടുക്കാം. എവിടെ നെർവിന് ഡാമേജ് വന്നാലും നമുക്ക് വേദന അറിയുന്നത് ഞരമ്പിന്റെ കുഴപ്പം കൊണ്ടാണ്, ഞരമ്പുള്ളത് കൊണ്ടാണ് അത് അറിയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഞരമ്പുകൾ ഈ ഡിസ്ക് ഒത്തിരി തള്ളി വന്നിട്ട് ഞരമ്പുകളെ കംപ്രസ് ചെയ്താണ് ഇരിക്കുന്നെങ്കിൽ ആ ഞരമ്പുകളുടെ കംപ്രഷൻ മാറ്റാതെ നിങ്ങളുടെ വേദന മാറില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കണം അവിടുത്തെ ഡോക്ടർമാർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അത് ചികിത്സ സർജറിയാണ്, അതിന്റെ ചികിത്സ റെസ്റ്റ് എടുക്കുന്നതല്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല നിങ്ങൾ റെസ്റ്റ് എടുക്കുകയും വെയിറ്റ് ഇട്ട് കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം ട്രയൽ നോക്കി കഴിഞ്ഞിട്ടും ശരിയാകാത്തത് കൊണ്ടാണ് സർജറി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ചികിത്സാ രീതിയാണത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്കാൻ ചെയ്തപ്പോ 6,000 രൂപയ്ക്കത്ത ആളായിരുന്നു. ഇപ്പൊ സ്കാൻ ചെയ്തപ്പോ ഒരു 14 രൂപയ്ക്കത്ത. അപ്പം 2-3 ഫിലിമുണ്ട്. അല്ല, അത് അവര് മരുന്ന് കുത്തിവെച്ച് രണ്ടാമത് എടുത്തതാണ്. ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് ആദ്യം സ്കാൻ റിപ്പോർട്ട് ഉണ്ടെന്നപ്പം പറഞ്ഞ് ഇത് തെളിച്ചില്ല, വേറൊന്നും എടുക്കാൻ പറഞ്ഞു മെഡിക്കൽ കോളേജില് ന്യൂറോ സർജറിയില്. അപ്പം ചെന്നപ്പോഴത്തേക്കാണ് ഞാനൊക്കെ പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യാനിപ്പോ തിരക്കാണ് എന്നൊക്കെ പറഞ്ഞത്. ശരി, ഇപ്പൊ എന്തായാലും ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇതെല്ലാം കേട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം ഒരു ഇത് വരും ഡോക്ടറെ. ഏതൊക്കെ ഞരമ്പുകളാണ് നമുക്ക് ബാധിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് പ്രയാസങ്ങൾ വരുന്നത്.
അപ്പൊ നമ്മൾ ഈ ഡിസ്ക് ഈ ഞരമ്പുകളെ എല്ലാം ഞെരിക്കരുത്. എനിക്കറിയാൻ മേല ഈ സ്കാനിനകത്തുള്ള റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ആ ഞരമ്പുകളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുമ്പോൾ സാധാരണഗതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, വിളിച്ചതിന് നന്ദി. മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാനൊരു സ്റ്റീഫ് ജോൺസൺ സിംപ്റ്റം പേഷ്യന്റ് ആണ്. പിന്നെ ഞാൻ കേട്ടില്ല, എന്താ ഒന്നുകൂടെ പറയാം? സ്റ്റീഫൻ ജോൺസൺ സിംപ്റ്റം പേഷ്യന്റ് ആണ്. എപ്പിലെപ്സിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇവരാരും ഇല്ല. മുട്ടിന് താഴെയായിട്ട് നല്ല നീരുണ്ട്. കുറെ നേരം നിന്നുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. എന്റെ വർക്ക് എന്ന് പറയുന്നത് കുറച്ച് നിന്നുള്ള കിച്ചൺ വർക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാല് പൊക്കി വെച്ച് കിച്ചണിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാലും ആ നീര് മുട്ടിന് താഴെയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കൈവച്ചൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, ഒരു മസാജൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സസൈസ്, ഈ ഡാൻസ് പോലുള്ള അങ്ങനെയൊക്കെ ഉള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് ജാം ആവാതിരിക്കാൻ വേണ്ടി ഏർലി മോർണിംഗിൽ തന്നെ കുറെ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. ഫിംഗേഴ്സിനും ഹാൻഡ്സിനും പിന്നെ ലെഗ്സിനും എല്ലാം ചെയ്യുന്നുണ്ട്. നീരിങ്ങനെ തൈറോയിഡ് ഉണ്ട്. ഈ നീരിങ്ങനെ കിടക്കുന്ന എന്താ? അത് എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നത് ഇപ്പൊ? 6 കഴിക്കുന്ന ഡെപ്പാക്കോ 500, 250 പ്ലസ് 250 ഡേ നൈറ്റ്. പിന്നെ ക്ലോബ 5GM, പിന്നെ തൈറോമോക്സ് 25. BP ഒക്കെ നോർമലാണ് ഡോക്ടർ. അപ്പൊ 2 കാലിലും നീര് വന്നിട്ട് രാവിലെ ആവുമ്പോ നീര് പോവോ, അതോ നീര് പോകുന്നില്ല ഡോക്ടർ? ലെഫ്റ്റിലില്ല, റൈറ്റ് ലെഗിലാണ് കുറച്ച് മുട്ടിന് താഴെയായിട്ട് നീര് കിടക്കുന്നത്. കുറച്ച് ഹൈറ്റ് കുറവാണ് എനിക്ക്. ലെഫ്റ്റ് ലെഗിന് ഒട്ടും നീരില്ലേ? ഇല്ല, ലെഫ്റ്റിൽ വലുതായിട്ട് നീര് തോന്നുന്നില്ല. റൈറ്റ് ലെഗിനാണ് നല്ല നീര് തോന്നുന്നത്. അപ്പൊ അത് പരിശോധിച്ച് നോക്കണം കേട്ടോ. അതിന് ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കണം. അത് ചിലപ്പം ഒരു വീനസ് ഡോപ്ലർ ചെയ്ത് കാലിൽ എന്തെങ്കിലും ക്ലോട്ടിംഗ് ഉണ്ടോ, വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ലിവർ റിലേറ്റഡ് ആയിട്ട് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ. എന്തായാലും ഒരു ഡോക്ടറെ കണ്ട ഒന്നുകൂടെ ഒന്ന് വർക്കപ്പ് ചെയ്ത് നോക്കണം. ന്യൂറോ വേണമെന്നില്ല, ഒരു ഫിസിഷ്യനെ കണ്ടാൽ മതി, അതായിരിക്കും നല്ലത്. അദ്ദേഹം ഫിസിഷ്യനെ കണ്ടിട്ട് അദ്ദേഹം നോക്കിയിട്ട് പറയും എന്താ അസുഖമെന്ന്. പുള്ളിക്ക് തോന്നുകയാണ് ന്യൂറോയെ കാണിക്കണമെന്ന് പറയുകയാണെങ്കിൽ ന്യൂറോയെ കാണിച്ചാൽ മതി. ന്യൂറോയെ കണ്ടായിരുന്നു ഞാൻ. ന്യൂറോയെ കണ്ടപ്പോ കുറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നു ഇതിനുവേണ്ടി പ്രത്യേകം. പിന്നെ പല ടാബ്ലറ്റ്സ് എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒക്കെ അലർജിയാണ്. അങ്ങനെ അലർജിയാണ് ഈ സ്റ്റീഫൻ ടോട്സ് ഉണ്ടായത്. എപ്പിലെപ്സിയുടെ ടാബ്ലറ്റും എരയുടെ ടാബ്ലറ്റും തമ്മിൽ ഇതായതാണ്, അലർജി ആയതാണ്. ബെസ്റ്റ് ഒരു ഫിസിഷ്യനെ കാണുകയാണ് കേട്ടോ. പുള്ളി എല്ലാം ഓവറോൾ ആയിട്ട് നോക്കിയിട്ട് ഹി വിൽ ടെൽ യു എന്താണ് പ്രോബ്ലം എന്നുള്ളത്. ഓക്കെ, ശരി, താങ്ക് യു, ബൈ. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. സർ, അപ്പം നമ്മൾ നിരവധി അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഒരെണ്ണത്തിനെ കുറിച്ച് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. സർ, സ്വതവേ അപ്പൊ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞരമ്പ് സംബന്ധമായൊരു രോഗമാണെങ്കിൽ? നടുവേദനയ്ക്ക്? അതെ, നടുവേദന ഞാൻ പറഞ്ഞില്ല നേരത്തെ, എല്ലാവർക്കും നടുവേദന വരും. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നടുവിന് ആപത്ത് വരാതെ നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നടുവിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ സാധാരണ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നടുവ് ഒട്ടും തന്നെ സൂക്ഷിക്കാതെയാണ് ചെയ്യുന്നത്. മുമ്പോട്ട് കുനിഞ്ഞ് വലിയ ഭാരമുള്ള സാധനങ്ങൾ എടുക്കുക. ഇപ്പൊ ചെടിച്ചട്ടി തന്നെ പിടിച്ച് പൊക്കിയാൽ മതി. ആ നമ്മൾ എടുക്കുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടുവേദന വരും. അത് സാധാരണ ചെടിച്ചട്ടിയോ വെയിറ്റോ എടുക്കാത്ത ഒരാളാണ് പെട്ടെന്ന് ഒരു ദിവസം പോയി ചെടിച്ചട്ടി പിടിച്ച് പൊക്കുവാണെങ്കിൽ അത് മതി ഡിസ്ക് തെറ്റാനും ഞരമ്പുകൾക്ക് കുഴപ്പം വരാനും പിന്നെ അത് സർജറിയിൽ ചെന്ന് അവസാനിക്കാനും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് രീതിയിൽ എങ്ങനെയാണ് വെയിറ്റ് എടുക്കേണ്ടതെന്നുള്ളത് പഠിക്കണം. സാധാരണഗതിയിൽ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് വെയിറ്റ് എടുക്കുന്നത്, വലിയ കുഴപ്പം പറ്റത്തില്ല.
2 ബേണർ, ഉദാഹരണമായിട്ട് 2 ബേണറുള്ള സ്റ്റൗ ആണ്. അപ്പുറത്തെ ദൂരെയുള്ള ബേണറിലാണ് കഞ്ഞി ഇരിക്കുന്നെങ്കിൽ നമ്മളിങ്ങനെ മുന്നോട്ട് ആഞ്ഞ് 2 കൈകൾ കൊണ്ടും അത് പൊക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നടുവിലുള്ള സ്ട്രെയിൻ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ആ ഒരു സിമ്പിൾ ആക്ട് കൊണ്ട് നമുക്കിത് വരും. അതുകൊണ്ട് ഇതിനകത്ത് പഠിക്കേണ്ടത് നമ്മുടെ നടുവിന് ഏത് രീതിയിലാണ് ജീവിതത്തിൽ നമുക്കത് അതിന് ദോഷം വരാത്ത രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പഠിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യത്തിനുള്ള നടുവ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നടുവ് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നടുവിന് വലിയ പ്രോബ്ലം ഇല്ലാതെ അത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്യാതെ സ്റ്റിഫായിട്ട് നമ്മുടെ ബാക്ക് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ ബാക്കിന് അത് ഞരമ്പുകളല്ല ലിഗമെന്റ്സ് ഒക്കെ പൊട്ടിപ്പോകാനും മസിൽ ടയർ വരാനും ഒക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എക്സസൈസ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ലൈഫാണ്. അത് ചെയ്ത് നടുവ് എപ്പോഴും സപ്പിളായിട്ട് വെക്കണം, ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കണം. അതാണ് എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. താങ്ക് യു സർ, സാറിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പങ്കുവച്ചതിന്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജനായ ഡോക്ടർ തോമസ് സാറാണ്. താങ്ക് യു സർ. താങ്ക് യു. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.